ഏറ്റവും പുതിയ സിനിമ വാർത്തകളും അതുപോലെ തന്നെ OTT സിനിമ വാർത്തകളും പരിശോധിക്കാൻ നമുക്ക് അതിനു മുമ്പ് ആദ്യം കാണുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോ സിലിപ് ചാനൽ. ആദ്യ സിനിമ വാർത്ത നമ്മുടെ ജയിലർ എന്ന സിനിമയിൽ നിന്ന് ആരംഭിക്കാം. സിനിമയുടെ ഭാഗത്ത് റിലീസ് ഡേറ്റും ഒരു ഗ്ലിംസ് വീഡിയോയും പുറത്തിറങ്ങിയിരിക്കുകയാണ്. നമ്മുടെ പഴയ ജയിലർ എന്ന സിനിമയുടെ ഭാഗത്ത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് വിനായകന്റെ ഫ്ലാഷ് ബാക്ക് സീൻ എന്നാണ് സിനിമയുടെ ടീസർ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ജയിലർ 2 ഒരുപാട് കട്ട് സീൻസ് ആണ് നമ്മുടെ ജയിലർ 1 പുറത്തിറങ്ങിയ പോലെ തന്നെ ടീസ് ചെയ്ത് വിട്ടിരിക്കുന്നത്. ഒരുപാട് മലയാളം ആക്ടേഴ്സിനെയും തമിഴ് ആക്ടേഴ്സിനെയും കാണാൻ സാധിക്കുന്ന ഗ്ലിംസിലൂടെ തന്നെയായിട്ട്. അനിരുദ്ധാണ് മ്യൂസിക്, നെൽസൺ ആണ് സിനിമ സംവിധാനം ചെയ്യുന്നത്, നിർമ്മിക്കുന്ന നമ്മുടെ സൺ പിക്ചേഴ്സ് ആണ്. എന്തായാലും ഒരു കിടു ഗ്ലിംസ് തന്നെയാണ് പുറത്തിറങ്ങിയിരിക്കുന്നത് ടീസ് ചെയ്ത രീതിയിൽ. ചിത്രം ഒക്ടോബർ 15 റിലീസ് ഡേറ്റും പുറത്തുവിട്ടിട്ടുണ്ട് സിനിമയുടെ ടീസറിൽ തന്നെയായിട്ട്. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റിനായിട്ട്. എന്തായാലും കണ്ടവരുടെ ടീച്ചർ അഭിപ്രായം നമുക്ക് ചെയ്യപ്പെടുക. അടുത്ത അപ്ഡേറ്റ് ധ്രുവിക്രമിന്റെ വരാൻ പോകുന്ന 4ാമത്തെ സിനിമയുടെയാണ്. ചിത്രത്തിന്റെ പൂജ നിലവിൽ നടന്നിട്ടുണ്ട്. സിനിമയുടെ പൂജ ധ്രുവിക്രം അതുപോലെ തന്നെ സായി ദീന പ്രദീപ് എന്നിവരൊക്കെയാണ് പടത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങൾ. ഡയറക്ഷൻ നമ്മുടെ ആദിത്യ വർമ്മ എന്ന സിനിമയുടെ ഡയറക്ടറാണ്. പിന്നെ കറുപ്പ് സിനിമയുടെ റൈറ്ററും. എന്തായാലും കർണൻ അരവിന്ദ് കുമാറാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. എന്തായാലും നമ്മുടെ ആദ്യ സിനിമ എന്നല്ല ഇദ്ദേഹത്തിന്റെ. എന്തായാലും നല്ല എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും ധ്രുവിക്രമിന്റെ കാത്തിരിക്കുന്നത് ചെയ്യാൻ നമുക്ക് 4ാമത്തെ സിനിമയ്ക്കായിട്ട്. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ മഹാരാജ ഹോസ്റ്റൽ എന്ന സിനിമേൻ്റെ തന്നെയാണ്. നമ്മുടെ യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സിന്റെ ഭാഗത്ത് ഇനി വരാൻ പോകുന്ന മറ്റൊരു സിനിമയാണ് മഹാരാജ ഹോസ്റ്റൽ എന്ന് പറഞ്ഞ സിനിമ. എന്തായാലും ഓവർസീസ് റിലീസൊക്കെ ഫാസ്റ്റ് ഫിലിംസ് ആണ് റൈറ്റ്സ് മേടിച്ചത്. ജൂലൈ മാസമാണ് തിയേറ്റർ റിലീസ്. നമ്മുടെ ഇൻസ്റ്റാഗ്രാമറായ നമ്മുടെ അഖിൽ നേടും, അഖിൽ ഷാ, അതുപോലെ തന്നെ ശരത് ബാബു, സന്ദീപ് SP എന്നിവരൊക്കെ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ ചരിത്ര പ്രൊഡക്ഷൻ ഹൗസും അതുപോലെ തന്നെ മധുമിത പ്രൊഡക്ഷൻ ഹൗസൊക്കെയാണ് സിനിമ നിർമ്മിക്കുന്നത്. എന്തായാലും ജൂലൈ ആണ് സിനിമ റിലീസ്. അടുത്ത നമ്മുടെ ജനനായകൻ സിനിമേൻ്റെ സെൻസർ അപ്ഡേറ്റും റിലീസ് അപ്ഡേറ്റുമാണ്. കേൾക്കാൻ സാധിക്കുന്ന ജൂലൈ തന്നെ ലാസ്റ്റ് വീക്കിൽ ചിത്രം തിയേറ്റർ റിലീസിന് വരുമെന്നാണ്. ഒരു 23/16 ചിത്രം തിയേറ്റർ റിലീസിന് ഹിറ്റ് ചെയ്യുമെന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. അത് മാത്രമല്ല ചിത്രത്തിൻ്റെ സെൻസർ അപ്ഡേറ്റ് ഈ വരുന്ന 3 ദിവസത്തിൽ വരുമെന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ മാസം തന്നെ റിലീസ് പക്കയാണ്. പടത്തിന്റെ സെൻസർ അപ്ഡേറ്റ് ആയിട്ട് A സർട്ടിഫിക്കറ്റ് വരുമെന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാം ചിത്രം നല്ല വയലൻസ് ഉള്ള കാര്യങ്ങൾ ടീസറിൽ തന്നെയായിട്ട്. അല്ലെങ്കിൽ UA-A സർട്ടിഫിക്കറ്റ് കിട്ടാനും ചാൻസ് ഉണ്ട്. എന്തായാലും ഹൈ ചാൻസ് A സർട്ടിഫിക്കറ്റ് കിട്ടുമെന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. നമ്മുടെ അരുൺ മത്തേശ്വരന്റെ വരാൻ പോകുന്ന സിനിമയാണ് നമ്മുടെ ലോകേഷ് കനകരാജ് അതുപോലെ തന്നെ നമ്മുടെ വാഗ്മിബി അഭിനയിക്കുന്ന DC എന്ന സിനിമ. ജൂലൈ ലാസ്റ്റ് 31 സിനിമ തിയേറ്റർ റിലീസ്. എന്തായാലും സിനിമയിലെ മ്യൂസിക് നമ്മുടെ അനിരുദ്ധാണ്. റൈറ്ററും അതുപോലെ തന്നെ ഡയറക്ടറും നമ്മുടെ അരുണാണ്. ജൂലൈ 31 സിനിമയുടെ തിയേറ്റർ റിലീസ്. പുതിയൊരു പോസ്റ്റർ റിലീസ് ഡേറ്റ് ഉൾപ്പെടെയായിട്ടാണ് നിലവിലെ സിനിമ ടീമിന്റെ ഭാഗത്ത് നിന്ന് അപ്ഡേറ്റ് ആയിട്ട് പുറത്തു വന്നിരിക്കുന്നത്. അടുത്ത അപ്ഡേറ്റ് പരിശോധിക്കുകയാണെങ്കിൽ നമ്മുടെ അതിമനോഹരം സിനിമേൻ്റെയാണ്. ചിത്രത്തിന്റെ അടുത്ത ഷെഡ്യൂൾ ജൂലൈ 2 മുതൽ 8 വരെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അത് നമ്മുടെ എറണാകുളത്ത് വെച്ചിട്ട് ഒരു മാരകമായി ഫൈറ്റ് സീക്വൻസ് എന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. അറൗണ്ട് 25 ദിവസത്തെ ഷൂട്ടിംഗ് ആണ് ഇനി അതിനുശേഷം ബാക്കിയുള്ള സിനിമയ്ക്കായിട്ട്. എന്തായാലും തരുൺമൂർത്തിയാണ് സംവിധാനം. പ്രൊഡക്ഷൻ ഹൗസ് നമ്മുടെ ആഷിഖ് ഉസ്മാനാണ്. ലാലട്ടനൊക്കെയാണ് കേന്ദ്ര കഥാപാത്രം. പിന്നെ നമ്മുടെ മീര ജാസ്മിന്. മ്യൂസിക് നമ്മുടെ ജേക്സ് വിജയ് ആണ്. സിനിമ ഡിസംബർ 24 ക്രിസ്മസ് പ്രമാണിച്ചൊരു ക്ലാഷ് റിലീസ് തന്നെയാണ്. അടുത്തൊരു ഇൻഡസ്ട്രി ഹിറ്റ് മണക്കുന്നുണ്ട് നിലവിൽ അതിമനോഹരം സിനിമയുടെ ഭാഗത്ത് നിന്ന്. അടുത്ത അപ്ഡേറ്റ് തുടക്കം സിനിമയുടെ പുതിയ പോസ്റ്റർ തന്നെയാണ്. ചിത്രം ഓഗസ്റ്റ് 7 തിയേറ്റർ റിലീസ് പ്ലാൻ ചെയ്യുന്ന പടത്തിന്റെ ഭാഗത്ത് നിന്ന് പുതിയ പോസ്റ്റർ പുറത്തിറങ്ങിയിട്ടുണ്ട്. നമ്മുടെ ജൂഡ് ആന്റണി ജോസഫാണ് സംവിധായകന്, അതുപോലെ തന്നെ തിരക്കഥാകൃത്തും. എന്തായാലും സിനിമ നിർമ്മിക്കുന്ന നമ്മുടെ ആന്റണി പെരുമ്പാവൂർ ആണ്. അതുപോലെ തന്നെ സിനിമയിൽ വിസ്മയ മോഹൻലാൽ എന്നിവരൊക്കെയാണ് അഭിനയിക്കുന്നത്. ജേക്സ് വിജയ് ആണ് സിനിമയിലെ മ്യൂസിക് കമ്പോസ് ചെയ്യുന്നത്. ചെമ്മൻ ചാക്കോ ആണ് സിനിമയുടെ എഡിറ്റർ. എന്തായാലും ചിത്രം ഓഗസ്റ്റ് 7 തിയേറ്റർ റിലീസ്. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ ടോക്സിക് ദ മൂവി എന്ന സിനിമേൻ്റെയാണ്. നമ്മുടെ യാഷ്, നയൻതാര, കിര അഡ്വാനി എന്നിവരൊക്കെ അഭിനയിക്കുന്ന ഒരു പാൻ ഇന്ത്യൻ സിനിമയാണ്. പല ഭാഷകളിലെ സിനിമ തിയേറ്റർ റിലീസ് വരുന്നുണ്ട്. നമ്മുടെ യാഷ് ആണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിക്കുന്നത് ഡബിൾ റോളിൽ. രവി ബസൂർ സിനിമയിൽ മ്യൂസിക്. ഡയറക്ഷൻ നമ്മുടെ ഗീതു മോഹൻദാസ് ആണ്. പടത്തിന്റെ ഭാഗത്ത് പുതിയ ഗ്ലിംസ് ഇറങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം 18+ കണ്ടന്റ് ഉള്ള ഒരു ഗ്ലിംസ് തന്നെയാണ്. ഓഗസ്റ്റ് മാസമാണ് ചിത്രത്തിന്റെ തിയേറ്റർ റിലീസ് ഡേറ്റ് പുതിയത്, ഓഗസ്റ്റ് 26. എന്തെങ്കിലും കാത്തിരിക്കാൻ തന്നെ ചെയ്യാം നമുക്ക് ഓഗസ്റ്റ് 26. ഇനി ഹോളിവുഡിൽ നിന്ന് വരാൻ പോകുന്ന മാരകമായ ഒരു സിനിമ തന്നെയാണ് ടോം ഹോളണ്ട് അഭിനയിച്ച് നമ്മുടെ ദ ഓഡിസി എന്ന് പറഞ്ഞ സിനിമ. ഡയറക്ടർ നമ്മുടെ ക്രിസ്റ്റഫർ നോളൻ ആണ്. പിന്നെ നമ്മുടെ മ്യൂസിക് ഡയറക്ടർ നമ്മുടെ ഓപ്പൺഹൈമർ സിനിമയിലെ ലുഡ്വിങ് എന്ന് പറഞ്ഞൊരു അദ്ദേഹമാണ്. എന്തായാലും ജൂലൈ 17 പടം തിയേറ്റർ റിലീസ് ഹിറ്റ് ചെയ്യാൻ പോകുന്നത്. എന്തായാലും പടത്തിന്റെ ഭാഗത്ത് നിന്ന് ഫൈനലായ ട്രെയിലർ നിലവിൽ പുറത്തിറങ്ങിയിട്ടുണ്ട് നമ്മുടെ ദ ഓഡിസി എന്ന സിനിമയുടെ ഭാഗത്ത് നിന്ന്. എന്തായാലും താല്പര്യമുള്ളവർ പോയി കാണുക. ജൂലൈ 17 പടം തിയേറ്റർ റിലീസ്.
നമ്മുടെ പ്രകാശ് വർമ്മ അതുപോലെ തന്നെ സിദ്ദിഖ്, മെഗാസ്റ്റാർ മമ്മൂക്കയുടെ കേമിയോ റോളിലൊക്കെ വരുന്ന സിനിമയാണ് ലോ ആൻഡ് ഓർഡർ എന്ന് പറഞ്ഞ സിനിമ. ചിത്രം ജൂലൈ മാസമാണ് തിയേറ്റർ റിലീസ്, ജൂലൈ മാസം 24-ാം തീയതി. എന്തായാലും പടത്തിന്റെ ഭാഗത്ത് ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ നിലവിൽ പുറത്തുവിട്ടിരിക്കുകയാണ്. രഞ്ജിത്താണ് സിനിമ സംവിധാനം ചെയ്യുന്ന ഡെബ്യൂട്ടായ ഒരു ഡയറക്ടർ തന്നെയാണ് അദ്ദേഹം. എന്തായാലും നല്ലൊരു അടിപൊളി പോസ്റ്ററാണെന്ന് പറയാൻ പറ്റത്തില്ലെങ്കിലും കുഴപ്പമില്ലാത്തൊരു പോസ്റ്റർ തന്നെ. പ്രകാശ് വർമ്മേനെ കാണാൻ സാധിക്കുന്നുണ്ട്, ഒരുപാട് പോലീസ് കോൺസ്റ്റബിൾസിനെയും കാണുന്നുണ്ട്. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ സൂര്യ 47 സിനിമേൻ്റെ തന്നെയാണ്. പടത്തിന്റെ ഷൂട്ടിംഗ് അങ്ങനെ പാക്കപ്പ് ആയിരിക്കുകയാണ്. ജിത്തു മാധവനാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. നസ്ലൻ, നസ്രിയ, സൂര്യ എന്നിവരൊക്കെയാണ് പ്രധാന വേഷങ്ങളിൽ സിനിമയിൽ അഭിനയിക്കുന്നത്. സുനിൽ ശ്യാം ആണ് സിനിമയിൽ മ്യൂസിക്. എന്തെങ്കിലും പടം ഈ വർഷം ലാസ്റ്റൊക്കെ ആയിട്ട് റിലീസ് ചെയ്യുമെന്ന് കേൾക്കാൻ സാധിക്കുന്നത്. എന്തെങ്കിലും റിലീസ് ഡേറ്റ് നിലവിൽ പുറത്ത് വന്നിട്ടില്ല. എന്തെങ്കിലും എക്സ്പെക്ട് ചെയ്യാൻ നമുക്ക് ഈ വർഷം തിയേറ്റർ റിലീസ് വരുമെന്ന്. എന്തെങ്കിലും അത്യാവശ്യം ഹൈപ്പുള്ള ഒരു പോലീസ് മാസ് കൊമേഴ്ഷ്യൽ സിനിമ തന്നെയാണ് സൂര്യ 47. അടുത്ത അപ്ഡേറ്റ് സൂര്യയുടെ 48ാമത്തെ സിനിമേൻ്റെയാണ്. നമ്മുടെ 48ാമത്തെ സിനിമേൻ്റെ ഒരു പൂജ നിലവിൽ നടന്നിട്ടുണ്ട്. സിനിമ പ്രൊഡക്ഷൻ ഹൗസ് നമ്മുടെ വേറെ ആരുമല്ല, ഹൊമ്പാല ഫിലിംസ് ആണ്. വലിയൊരു പ്രൊഡക്ഷൻ ഹൗസിന്റെ ഡയറക്ഷൻ നമ്മുടെ TJ ഗണവാലാണ്. വേട്ടയൻ, അതുപോലെ തന്നെ കൂട്ടത്തിൽ ഒരുത്തൻ, അതുപോലെ തന്നെ നമ്മുടെ JB എന്നീ സിനിമകളുടെ ഡയറക്ടറാണ് നമ്മുടെ TJ ഗണവാള്. മ്യൂസിക് നമ്മുടെ സായി അഭ്യങ്കർ ആണ്. അദ്ദേഹത്തിന്റെ കഴിഞ്ഞ പ്രൊജക്ട് നമ്മുടെ കറുപ്പ് എന്ന് പറഞ്ഞ സിനിമയാണ്. സിനിമയിൽ കൈതു ലഹാര, സൂര്യ എന്നിവരൊക്കെയാണ് കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിക്കാൻ പോകുന്നത്. സൂര്യ 48. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ GB പ്രകാശിന് തിയേറ്റർ റിലീസ് വിടാൻ പോകുന്ന സിനിമയാണ് ഇമ്മോർട്ടൽ. എന്തായാലും പടത്തിന്റെ ഭാഗത്ത് റിലീസ് ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. പടത്തിന്റെ റിലീസ് ജൂലൈ 23-ാം തീയതിയാണ്. തമിഴ്നാട് റിലീസ് ശക്തി ഫിലിം ഫാക്ടറി ആണ്. GB പ്രകാശ്, കൈതു ലൊഹാറൊക്കെയാണ് പടത്തിൽ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിക്കുന്നത്. മ്യൂസിക് നമ്മുടെ സാം SC ആണ്. ഡയറക്ഷൻ നമ്മുടെ മാരിയപ്പനാണ്. മാരിയപ്പൻ ചിഹ്ന ഒരു ഡെബ്യൂട്ടായൊരു സംവിധായകനാണ്. എന്തെങ്കിലും കാത്തിരിക്കുന്നത് ചെയ്യാം നമുക്ക്. അടുത്ത അപ്ഡേറ്റ് ഏറ്റവും പുതിയ സിനിമകളുടെ OTT റിലീസ് അപ്ഡേറ്റ് തന്നെയാണ് ഈ ആഴ്ചത്തെയായിട്ട്. ആദ്യ OTT റിലീസ് അപ്ഡേറ്റ് മോളിവുഡ് ടൈംസ് എന്ന് പറഞ്ഞ നെസ്ലിൻ അഭിനയിച്ച സിനിമ തന്നെയാണ്. പടം ഈ വരുന്ന ജൂലൈ ആദ്യവാരം 3-ാം തീയതിയാണ് ചിത്രം OTT റിലീസിന് കൈമാറുന്നത്. നമ്മുടെ സിംപ്ലി സൗത്തിലും ജിയോ ഹോട്ട്സ്റ്റാറിലുമായിട്ടാണ് പടം OTT റിലീസിന് പോകുന്നത്. മലയാളത്തിലും തമിഴിലും തെലുങ്കിലും കന്നഡയിലുമായിട്ടാണ് പടം അവൈലബിൾ ആവാൻ പോകുന്നത് നമ്മുടെ ജിയോ ഹോട്ട്സ്റ്റാറിലും സിംപ്ലി സൗത്തിലും. ജൂലൈ 3-ാം തീയതി. പടം തിയേറ്ററുകളിൽ ഒരു ഫ്ലോപ്പായി എന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. 18 കോടി ബഡ്ജറ്റിൽ ഇപ്പോഴും സിനിമ ഒരു 22-23 കോടിയൊക്കെയാണ് ഫൈനല്. അടുത്ത റിലീസ് അപ്ഡേറ്റ് സൂപ്പർ സബു എന്ന് പറഞ്ഞ തെലുങ്ക് സിനിമയാണ്. ജൂലൈ 2-ാം തീയതി മുതൽ ഇന്ന് മുതൽ സിനിമ സ്ട്രീമിംഗ് ചെയ്യാൻ ആരംഭിച്ചിരിക്കുകയാണ് നെറ്റ്ഫ്ലിക്സ് ഇന്ത്യയിൽ. തെലുങ്ക് സിനിമയാണെങ്കിലും തമിഴ്, മലയാളം, കന്നഡ, ഹിന്ദി ഭാഷകളിൽ സിനിമ നിലവിൽ സ്ട്രീമിംഗ് ചെയ്യുന്നുണ്ട് നമ്മുടെ നെറ്റ്ഫ്ലിക്സിലായിട്ട്. പടം ഓൾമോസ്റ്റ് നല്ലൊരു അഭിപ്രായം എന്നാണ് കേൾക്കാൻ സാധിക്കും തെലുങ്ക് ഓഡിയൻസിൽ. എന്തായാലും ഇപ്പോൾ OTT റിലീസിൽ കൈമാറിയിട്ടുണ്ട്. എന്തായാലും പ്രണയ സിനിമ എന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. കാത്തിരിക്കുന്നത് ചെയ്യാം നമുക്ക് നല്ല അഭിപ്രായങ്ങൾക്കായിട്ട്. അടുത്ത OTT റിലീസ് അപ്ഡേറ്റ് നമ്മുടെ മലയാളത്തിൽ ആദ്യമായിട്ട് പുറത്തിറങ്ങിയ ഒരു മ്യൂസിക്കൽ ഹൊറർ കോമഡി സിനിമയാണ് കറക്കം എന്ന് പറഞ്ഞ സിനിമ. നമ്മുടെ ശ്രീനാഥ് ബാസിയൊക്കെയാണ് പടത്തിലെ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചത്. എന്തായാലും പടത്തിന്റെ OTT റിലീസ് അവകാശം സോണി ലിവ് ഇന്ത്യയാണ് മേടിച്ചത്. സോണി ലിവിലെ ജൂലൈ മാസം 3-ാം തീയതിയാണ് പടം OTT റിലീസ് പ്രീമിയർ. മലയാളത്തിൽ മാത്രമല്ല, മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ ഭാഷകളിലെ ചിത്രം OTT റിലീസിന് പോവുകയാണ് ജൂലൈ മാസം 3-ാം തീയതി. അടുത്തൊരു ഹോളിവുഡ് സിനിമേൻ്റെയാണ്. നമ്മുടെ ഒബ്സഷൻ എന്ന് പറഞ്ഞ സിനിമയാണ്. ഒബ്സഷൻ എന്ന് പറഞ്ഞ സിനിമ ഓൾമോസ്റ്റ് വേൾഡ് വൈഡ് 2500 കോടിയുടെ മുകളിലൊക്കെ കളക്ഷൻ നേടിയെടുത്ത സിനിമ തന്നെയാണ്. ഈവൻ ഇന്ത്യയിൽ നിന്നും സിനിമ 100 കോടിയുടെ മേലെ കളക്ഷൻ ഉണ്ട്. കേരളത്തിൽ നിന്ന് മാത്രം 5 കോടിയുടെ അടുത്തൊക്കെ ആയിട്ട് നല്ലൊരു കളക്ഷൻ ഉണ്ട് ബോക്സ് ഓഫീസ് വേൾഡ് വൈഡ്. ആമസോൺ പ്രൈമിലും ആപ്പിൾ TVയിലും ഇപ്പോൾ നിലവിൽ സിനിമേൻ്റെ ഇംഗ്ലീഷ് പകർപ്പ് OTT റിലീസിന് വന്നിട്ടുണ്ട്. തമിഴ്, തെലുങ്ക്, ഹിന്ദി ഒക്കെ ഉടൻ വരുമെന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഒബ്സഷൻ്റെ ഇംഗ്ലീഷ് പകർപ്പാണ് നിലവിൽ സ്ട്രീമിംഗ് ചെയ്യുന്ന ആമസോണിലും ആപ്പിൾ TVയിലും. അങ്ങനെ കാത്തിരിപ്പിന് വിരാമം കുറിച്ചുകൊണ്ട് നമ്മുടെ ഷെയ്ൻ നിഗം അഭിനയിച്ച ബൾട്ടി എന്ന സിനിമേൻ്റെ OTT റിലീസ് വന്നിരിക്കുകയാണ്. നമ്മുടെ സോണി ലിവ് തന്നെയാണ് പടത്തിൻ്റെ OTT അവകാശങ്ങൾ മേടിച്ചത്. അങ്ങനെ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിൽ ജൂലൈ 10-ാം തീയതിയാണ് പടം OTT റിലീസ് പ്രീമിയറിന് പോകുന്നത്. നമ്മുടെ ഷെയ്ൻ നിഗം അഭിനയിച്ച ബൾട്ടി എന്ന് പറഞ്ഞ സിനിമ. മ്യൂസിക് നമ്മുടെ സായി അഭ്യങ്കർ ആണ്. പടം കഴിഞ്ഞ വർഷം എങ്ങാണ്ടാണ് തിയേറ്റർ റിലീസിന് വന്നത്, ഓർമ്മ ശരിയാണെങ്കിൽ. എന്നിട്ട് ഇപ്പോഴാണ് പടം OTT റിലീസ് പ്രീമിയറിന് വരുന്നത്. കാത്തിരിക്കുന്നത് ചെയ്യാം നമുക്ക്. അടുത്ത OTT റിലീസ് അപ്ഡേറ്റ് ഒരു സീരീസിൻ്റെയാണ്. ഹേർട്ട് ബീറ്റ് സീസൺ 3. എന്തായാലും ഇത് കാത്തിരിക്കുന്നവരുമുണ്ട് നിലവിൽ. എന്തായാലും ഈ സീരീസ് ഇഷ്ടപ്പെടുന്നവർ എന്തായാലും കാത്തിരിക്കുകയാണ് ചെയ്യുക. ജൂലൈ മാസം ലാസ്റ്റ് വരെ, ജൂലൈ 30-നാണ് ഈ ഒരു സീരീസ് സ്ട്രീമിംഗ് ചെയ്യാൻ പോകുന്നത്. ഹാർട്ട് ബീറ്റ് സീസൺ 3 ഒരു തമിഴ് സീരീസാണ്. തമിഴ് പകർപ്പിലായിട്ടാണ് നിലവിൽ സ്ട്രീമിംഗ് ചെയ്യുന്നത് ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ആയിട്ട്. എന്തായാലും ഈ ഒരു സീരീസിനായിട്ടും കാത്തിരിക്കാൻ നമുക്ക് ജൂലൈ 30-ാം തീയതി ലാസ്റ്റ്.
അടുത്ത OTT അപ്ഡേറ്റ് നമ്മുടെ ജയറാമിൻ്റെ പെരുമല ആൻഡ് കോ എന്ന സിനിമേൻ്റെയാണ്. ജയറാമേട്ടൻ അതുപോലെ തന്നെ ഉർവശി എന്നിവർ അഭിനയിച്ച സിനിമയാണ് നമ്മുടെ പെരുമല ആൻഡ് കോ എന്ന് പറഞ്ഞ സിനിമ. ചിത്രത്തിൻ്റെ OTT അവകാശങ്ങൾ നമ്മുടെ ZEE5 ആണ് മേടിച്ചത്. എന്തായാലും പടം ജൂലൈ 10 മുതൽ സീ തമിഴിൽ സ്ട്രീമിംഗ് ചെയ്യാൻ പോവുകയാണ്. തമിഴ് പകർപ്പിൽ മാത്രമായിട്ട് പെരുമല ആൻഡ് കോ എന്ന് പറഞ്ഞ സിനിമ തിയേറ്ററുകളിലെ സിനിമ ഒരു സൈലൻറ്റ് ഹിറ്റായിരുന്നു. സിനിമ വേൾഡ് വൈഡ് ആയിട്ടും നല്ലൊരു കളക്ഷൻ ഉണ്ടായിരുന്നു. ഹിറ്റ് എന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. കേരളത്തിലെ സിനിമയ്ക്ക് വലിയ കളക്ഷൻ ഇല്ലെങ്കിലും സിനിമയ്ക്ക് നല്ല റെസ്പോൺസ് ഒന്നും ഉണ്ടായിരുന്നില്ല. എന്തായാലും OTT റിലീസിനെ കാണാം നമുക്ക് സിനിമ ജൂലൈ 10. മറ്റൊരു മലയാള സിനിമയാണ് മുത്തശ്ശി എന്ന് പറഞ്ഞ സിനിമ. ചിത്രത്തിൻ്റെ OTT അവകാശങ്ങൾ ZEE5 മലയാളമാണ് മേടിച്ചത്. മലയാളം പകർപ്പിൽ ജൂലൈ 3 പടം OTT റിലീസ് ചെയ്യുകയാണ്. എന്തായാലും ഇത്രയും സിനിമകളുടെ സിനിമ വാർത്തകൾക്കായിട്ടും OTT സിനിമ വാർത്തകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റോക്ക് സ്റ്റുഡിയോസ് യൂട്യൂബ് ചാനൽ കാത്തിരിക്കുന്നത് ചെയ്യാം നമുക്ക് കൂടുതൽ സിനിമ വാർത്തകൾക്കായിട്ട്.